നമസ്കാരം. ഇന്നത്തെ 5 മിനിറ്റ് PSC മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിനകത്തൊരു ഭാഗമുണ്ട് കലാ, സാഹിത്യം, സംസ്കാരം, കായികം. ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാം. അതുപോലെ കലാ, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗം, സിലബസ് ഭാഗം പെട്ടെന്ന് പഠിച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. പെട്ടെന്ന് വിളിക്കുക. വളരെ കുറച്ച് കോപ്പികൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണ്? കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങൾ, അതായത് ആദിവാസി വിഭാഗങ്ങൾ. അതിനകത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്, അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനം ഏതാണ്? ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുന്നത് വേറൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം മിസോറാമാണ്, അല്ലെ? അപ്പൊ മധ്യപ്രദേശ് ഉത്തരമാകും, മിസോറാം ഉത്തരമാകും. ഏത് രീതിയിലാണ് എന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കണം. ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനമാണ് മിസോറാം. മിസോറാമിന്റെ മൊത്തം ജനസംഖ്യയിൽ 95% ആൾക്കാരും ഗോത്രവർഗ വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏതാണ്? പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഫീൽസ് എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് വരാം. കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗോത്ര വിഭാഗക്കാരുള്ള, ആദിവാസി വിഭാഗക്കാരുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഏതാണ്? വയനാട്. ഏതാണ്? വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ പണിയർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ST വിഭാഗം, ആദിവാസി വിഭാഗം പണിയറാണ്, അല്ലെ? പണിയർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? പണിയർ എന്ന ഗോത്ര വിഭാഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വയനാട് എന്ന് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഭാഗമാണ് കേരളത്തിലെ പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ പ്രാക്തന ഗോത്ര വിഭാഗം അല്ലാത്തതേത്, ആയതേത് പോലുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരും. പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നതാണ് പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം എണ്ണത്തിൽ കുറഞ്ഞ, സാമൂഹികമായിട്ട് വളരെയധികം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, സാക്ഷരത വളരെ കുറഞ്ഞ ആദിവാസി വിഭാഗങ്ങളെ പൊതുവിൽ നമ്മൾ പറയും പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ, അല്ലെങ്കിൽ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പൊ കേരളത്തിലെ പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ 5 എണ്ണമാണ്. ഏതൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കണം. അതിലൊന്ന് കുറുമ്പർ. ഏതാണ്? കുറുമ്പർ. കുറുമ്പർ അല്ലെങ്കിൽ കുറുമ്പ എന്നും പറയും. അടുത്തത് കാടർ. കുറുമ്പർ ഉണ്ട്, കാടർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊരകർ, കാട്ടു നായ്ക്കർ, ചോല നായ്ക്കർ, അല്ലെ? അപ്പൊ കേരളത്തിലെ പ്രാക്തന ഗോത്ര വിഭാഗങ്ങളാണ് കുറുമ്പ, കാടർ, കൊരകർ, കാട്ടു നായ്ക്കർ, ചോല നായ്ക്കർ. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കുറുമ്പർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം കേരളത്തിൽ ഒരു ജില്ലയിൽ മാത്രമേ ഉള്ളൂ. കുറുമ്പർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം കേരളത്തിൽ ഒരു ജില്ലയിൽ മാത്രമേ ഉള്ളൂ. എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്, അല്ലെ? പാലക്കാട് അട്ടപ്പാടി വനമേഖലയിൽ മാത്രം കണ്ടുവരുന്ന ആദിവാസി വിഭാഗം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കുറുമ്പർ, അല്ലെ? പാലക്കാട് അട്ടപ്പാടി വനമേഖലയിൽ മാത്രം കണ്ടുവരുന്ന ആദിവാസി വിഭാഗമാണ് കുറുമ്പർ.
ഇനി കാഡർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം. കാഡർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ കണ്ടുവരുന്ന ആദിവാസി വിഭാഗമാണ് ഏത്? കാഡർ. അതേസമയം കൊരഗർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം. കൊരഗർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലും കൊരഗർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് കൊരഗർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം കാണപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ കർണാടക ബോർഡറിലായിട്ടുള്ള ആ ഭാഗത്തൊക്കെയാണ് കൊരഗർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, കുറുമ്പ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം എവിടെയാണ്? പാലക്കാട് അട്ടപ്പാടി വനമേഖലയിൽ കാണപ്പെടുന്നു. അതേസമയം കാഡർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലായിട്ട് കാണപ്പെടുന്നു. കൊരഗർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം പ്രധാനമായിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം. കാട്ടുനായ്ക്കർ ആദിവാസി വിഭാഗം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ വയനാട്ടിലാണ്. കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ വയനാട്ടിലാണ്. വയനാട്ടിന് പുറമെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലും ഏത് വിഭാഗമുണ്ട്? കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. എങ്കിലും കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം ഏറ്റവും പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ജില്ലയുടെ പേര് പറയാൻ നിർബന്ധിച്ചാൽ നിങ്ങൾ ഏത് ജില്ലയുടെ പേര് പറയണം? വയനാട് ജില്ലയുടെ പേര് പറയണം, അല്ലെ? ഇതുപോലെ പണിയർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിന്റെ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കിയത് വയനാട് എന്ന് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. ചോല നായ്ക്കർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം. ചോല നായ്ക്കർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം എവിടെയാണ് കാണപ്പെടുന്നത്? അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ എവിടെ? നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കരുളായി വനമേഖലയിലാണ്. കരുളായി വനമേഖലയിലാണ് ആര് കാണപ്പെടുന്നത്? ചോല നായ്ക്കർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമുള്ളത്, അല്ലെ? അപ്പോ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്ത് കരുളായി വനമേഖലയിൽ മാത്രം കാണുന്ന പ്രാക്തന ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ആദിവാസി വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ചോല നായ്ക്കറാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യയിൽ അവശേഷിക്കുന്ന ഗുഹാവാസികളായിട്ടുള്ള ഏക ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കർ എന്ന് പറയും. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി വെക്കണം, പരീക്ഷയ്ക്ക് 1 മാർക്കാണ്. അപ്പോൾ ചോല നായ്ക്കർ എവിടെ കാണപ്പെടുന്നു? മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്ത് കരുളായി വനമേഖലയിൽ. കുറുമ്പ എവിടെ കാണപ്പെടുന്നു? പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി വനമേഖലയിൽ കാണപ്പെടുന്നു. കൊരഗർ എവിടെ കാണപ്പെടുന്നു? കാസർഗോഡ് ജില്ലയിൽ കാണപ്പെടുന്നു, അല്ലെ? ഈ അടുത്ത കാലത്ത് ചോല നായ്ക്കർ വാർത്തകളിൽ ഇടം നേടി. ഈ അടുത്ത കാലത്ത് കേരള സർക്കാർ മുൻഗണനാ റേഷൻ കാർഡുകൾ കൊടുത്തു. അപ്പോൾ അത് ചോല നായ്ക്കർ വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ കൊടുത്തു. അത് വാർത്തയായി. അപ്പോൾ ചോല നായ്ക്കറുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അത് വരുന്ന പരീക്ഷകൾക്ക് ചോദ്യമാകും. അപ്പോൾ അതുകൊണ്ട് ചോല നായ്ക്കർ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഈ പറഞ്ഞ ഒരു വിഭാഗത്തിലോട്ട് വരാം. മുതുവാൻ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം. മുതുവാൻ ഗോത്ര വിഭാഗക്കാര് കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? മുതുവാൻ ഗോത്ര വിഭാഗക്കാര് കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ, അല്ലെ? ഒരു പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ വില്ലേജ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ വില്ലേജ് എന്ന് പറയുന്നത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ വില്ലേജ് എന്ന് പറയുന്നത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ്. അതായത് ഇടുക്കി ജില്ലയിലാണ്. ആ പറഞ്ഞ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗമാണ് മുതുവാൻ. അപ്പൊ മുതുവാൻ ആദിവാസി വിഭാഗം എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗമാണ് മന്നാൻ അല്ലെങ്കിൽ മണ്ണാൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം. മന്നാൻ അല്ലെങ്കിൽ മണ്ണാൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം. അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കലാരൂപമുണ്ട്. അതാണ് മന്നാൻ കൂത്ത് എന്നറിയപ്പെടുന്നത്. മന്നാൻ കളി അല്ലെങ്കിൽ മന്നാൻ കൂത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന കലാരൂപം ഏത് ജില്ലയിലാണെന്നും ചോദിക്കാം. അത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ മുതുവാൻ എന്ന് പറയുന്ന ഗോത്ര സമൂഹം, മന്നാൻ അല്ലെങ്കിൽ മണ്ണാൻ എന്നറിയപ്പെടുന്ന ഗോത്ര സമൂഹം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥാപനം പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. കിർത്താഡ്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. എന്താണ്? കിർത്താഡ്സ്, അല്ലെ?
കിർത്താഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ വികസന ഉന്നമനം, അവരുമായി ബന്ധപ്പെട്ട ഗവേഷണം അതൊക്കെ നടത്തുന്ന കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് കിർത്താഡ്സ് അല്ലെ. അപ്പോൾ പട്ടികവർഗത്തിൽപ്പെട്ട പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനം വികസനത്തിനും അതിൻ്റെ ഗവേഷണങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് കിർത്താഡ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും കിർത്താഡ്സിന്റെ ആസ്ഥാനം എവിടെയാണ്, കിർത്താഡ്സ് എവിടെയാണ് എന്ന് ചോദിക്കും. അത് കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കിർത്താഡ്സ് എന്ന് പറയുന്ന സ്ഥാപനമുള്ളത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് കിർത്താഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം രൂപീകരിക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ തുടക്കം 1970 ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ എന്നുള്ള പേരിൽ കിർത്താഡ്സ് രൂപം കൊള്ളുന്നത് 1970 പിന്നീട് അത് റീഓർഗനൈസ് ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പേര് എങ്ങനെയാണ് കിർത്താഡ്സ് എന്നുള്ള പേരിലോട്ട് മാറുന്നത് 1979. അപ്പോൾ കിർത്താഡ്സ് രൂപം കൊള്ളുന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ തുടക്കം 1970. പക്ഷെ അതിൻ്റെ പേരന്ന് അങ്ങനെ ആയിരുന്നില്ല, ട്രൈബൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ എന്നായിരുന്നു. പിന്നീട് അത് റീഓർഗനൈസ് ചെയ്ത് 1979 മുതലാണ് ഇന്ന് കാണുന്ന പേരിലോട്ട് മാറിയത്. അപ്പോൾ കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു മാർക്ക് കിട്ടിയാൽ ഉയർന്ന റാങ്കിലോട്ട് പോകാൻ അത് സഹായിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് പ്രാധാന്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അത് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ക്ലാസ്സുകൾ തുറന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ കമൻറ്റും പ്രോത്സാഹനവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.